ഈ ജീവിതത്തിന്റെ രസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമുക്ക് ഈ വലിയ നോമ്പിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഈ വെള്ളം പോലെയുള്ള ജീവിതമാണ്. രുചിയും മണവും ഗുണവും ഒക്കെ ഉള്ളതാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു നിയോഗം. രസം ഇല്ലാത്ത, രസം നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു പരിവർത്തനത്തിന്റെ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. നിരന്തരമായ പരിശ്രമം, പരിവർത്തനത്തിന്റെ ആത്മാവോടുകൂടി നമുക്ക് മാറുവാൻ വെള്ളം വീഞ്ഞാക്കുന്ന ഈ ശുദ്ധീകരണ ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മെ തന്നെ മാറ്റാൻ ദൈവത്തിന് പുതിയ ആളുകളെ വേണ്ട. അവിടെ പഴയ ഭരണികളാണ് അവിടെ ഉപയോഗിക്കുന്നത്. പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരാൻ പറയുന്നില്ല. ഇവിടെ മാറ്റപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവർ മാറാനും മാറ്റാനും നമ്മൾ ശ്രമിക്കുകയല്ല വേണ്ടത്. നമ്മൾ തന്നെ മാറ്റപ്പെടുവാൻ, പരിവർത്തനത്തിന് വിധേയപ്പെടുവാൻ ഈ നോയമ്പ് കാലവും നമ്മെ ഇതിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പുതിയ ഞായറിൽ ഈ വെള്ളം വീഞ്ഞാക്കിയ കല്യാണ വീട്ടിലെ ഈ അനുഭവത്തിൽ നിന്നും വലിയ നോമ്പിന്റെ സന്ദേശവും നമുക്ക് നൽകുന്നു. പലപ്പോഴും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നിരാശയുടെ കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒന്ന് ചോദിച്ചു നോക്കുന്നു. വലിയ നോമ്പ് ഒരിക്കലും ഒരു നിരാശയിലേക്കല്ല നമ്മെ കൊണ്ടുപോകുന്നു. വലിയ നോയമ്പ് നമ്മിലുള്ള ഒരു പരിവർത്തനത്തിന്റെ ഒരു കാലമായി നമുക്കതിനെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. പഴയത് കഴിഞ്ഞുപോയി. എല്ലാം ഇനി പുതിയതാണ്, എല്ലാം ഇനി പുതിയതായിരിക്കണം. 2 കൊരിന്ത്യർ 5:17 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. വെള്ളം വീഞ്ഞായതുപോലെ നമ്മുടെ നോമ്പ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ നഷ്ടങ്ങളെ എല്ലാം കൂട്ടിച്ചേർക്കുവാനും പുതുക്കപ്പെടുവാനും ഉള്ള ഒരു മുഖാന്തരമായി മാറണം, അല്ലെങ്കിൽ മാറ്റപ്പെടണം. എൻ്റെ വീട്ടിലെ വീഞ്ഞ് തീർന്നോ? അങ്ങനെ ചോദിക്കുമ്പം തെറ്റായിട്ട് ധരിക്കരുത്. നിന്റെ വിശ്വാസം ക്ഷീണിച്ചോ? നിന്റെ സന്തോഷം നഷ്ടമായിട്ടുണ്ടോ? ഇതെല്ലാം ഓരോ ചോദ്യങ്ങളാണ്. എങ്കിൽ ഭയപ്പെടരുത്. യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൊത്തിലെ ഞായർ നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ അനുഗ്രഹീത ദിനത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാണ്. ഇതൊരു ആത്മീയ